ഇന്നെടുക്കുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് കേട്ടോ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് അറിയോ? അതായത് ഇതിൽ പേര് തന്നെ ഉണ്ട്, ക്യാഷ് ബുക്കിൽ ഡബിൾ കോളമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇന്നത്തെ ഒരു മോഡേൺ ടൈംസ് വെച്ച് നോക്കുമ്പോൾ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഡൺ ത്രൂ ബാങ്ക് അല്ലേ. കസ്റ്റമേഴ്സ് റിമിറ്റ് എമൗണ്ട്സ് ടു ദ ബിസിനസ് മാൻസ് ബാങ്ക് അക്കൗണ്ട് through ATM or paying slip or other modern മോഡൽസ് അല്ലേ. അതായത് ഇപ്പോഴത്തെ ഒരു കാലത്തിനനുസരിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ല ഉള്ളത്, അവിടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. മനസ്സിലായി? ഇപ്പോഴത്തെ നമ്മുടെ ഈ കൊറോണ ടൈമിലും അതുപോലെ തന്നെ കുറച്ച് 2-3-4 വർഷങ്ങളായിട്ട് കൂടുതലായിട്ടും ബാങ്ക് ട്രാൻസാക്ഷനാണ് കൂടുതൽ പോകുന്നത് അല്ലേ. അതായത് ബിസിനസ് മാൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കസ്റ്റമർ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. മനസ്സിലായി? ക്യാഷായി കൊടുക്കാതെ ബാങ്കിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് പല മോഡലുകളിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പല മോഡലുകളിലുമാണ് പോകുന്നത് അല്ലേ. നമ്മൾ പിന്നെ ഗൂഗിൾ പേ, അതേപോലെ PayTM, അങ്ങനെ കുറേ ട്രാൻസാക്ഷനിലൂടെയാണ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് ക്യാഷ് ബുക്കാണ് സ്യൂട്ടബിൾ? ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് സ്യൂട്ടബിൾ. മനസ്സിലായി? ബിസിനസ് മാൻ. അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് 2 columns, one for ക്യാഷ് കോളം ക്യാഷ് ആൻഡ് അതർ ഫോർ ബാങ്ക്. മനസ്സിലായി? രണ്ട് പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്ക് ട്രാൻസാക്ഷനും നടക്കുന്ന സമയത്ത് രണ്ടും സെപ്പറേറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കോളമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായി? ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതുന്നു, ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ബാങ്ക് കോളത്തിൽ എഴുതുന്നു. അതുപോലെ തന്നെ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഓൺലി 1 കോളം ക്യാഷ് കോളം. മനസ്സിലായി? അപ്പോൾ ഇതിൽ അതേ ഫോർമാറ്റ് തന്നെയാണോ ഉള്ളത്, പക്ഷെ ഒരു എക്സ്ട്രാ ഒരു കോളം കൂടി കൂടിയിട്ടുണ്ടെന്ന് മാത്രം. മനസ്സിലായി? ഇതിൽ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് സൈഡ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ക്യാഷ് പേയ്മെൻറ്റ്സ്, അതേപോലെ ത്രൂ ബാങ്ക് വഴി പോകുന്ന പേയ്മെൻറ്റ്സ്, ഇതെല്ലാം പേയ്മെൻറ്റ്സ് കോളത്തിൽ എഴുതുന്നു. റെസീപ്റ്റ്സ്, അതായത് ക്യാഷ് ആയാലും ബാങ്കിലേക്കായാലും ക്യാഷ് ബിസിനസ്സിലേക്ക് ക്യാഷ് ആയാലും റിസീവ്ഡ് ആയി വരുന്നതെല്ലാം റെസിപ്റ്റ് കോളത്തിൽ വരുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം പറയുന്നത് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് ഈ കോൺട്രാ എൻട്രീസ് എന്ന് പറയുമ്പോൾ 2 ട്രാൻസാക്ഷനും ഒരേ ബുക്കിൽ തന്നെ അപ്പിയർ ചെയ്യുന്ന പ്രോസസ്സ്. മനസ്സിലായോ? ഉദാഹരണമായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ 2 സൈഡിലും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ട്രാൻസാക്ഷൻ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ബാങ്കിലേക്ക് പോകുന്നു അല്ലേ. ബിസിനസ്സിൽ നിന്ന് അപ്പോൾ ക്യാഷ് ബിസിനസ്മാൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മളത് 2 ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോകുമ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു, അതുപോലെ തന്നെ ബിസിനസ്മാൻ്റെ ബാങ്കിലേക്ക് ക്യാഷ് വരികയാണ്, അപ്പോൾ അത് റെസീപ്റ്റ് സൈഡിലും എഴുതുന്നു. അത്തരത്തിൽ വരുന്ന പ്രോസസ്സിൽ ആ ടൈമിങ്ങിലാണ് എന്ത് എൻട്രി വരുന്നത്? കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാ എൻട്രീസ് വരുമ്പോൾ നമ്മൾ അവിടെ C എന്നൊരു പ്രോസസ്സ് ഒരു ഇത് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് അത് 2 സൈഡും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ ഇത് ഡബിൾ എൻട്രി കോളം പ്രോബ്ലം ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മനസ്സിലായോ? ഇതിവിടെ വെച്ചിട്ട് നമുക്കിതിൽ ഫോർമാറ്റൊക്കെ ഒന്ന് നോക്കും. ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ കോളംസ് ആണ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, റെസിപ്റ്റ് നമ്പർ, റെസിപ്റ്റ് സൈഡ് ആകുമ്പോൾ റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. അതുപോലെ തന്നെ വീണ്ടും ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, പേയ്മെൻറ്റ്സ് ആകുമ്പോൾ വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. മനസ്സിലായി? അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അതായത് 1/6/2017 ഓപ്പണിംഗ് ബാലൻസ്, 1/6 ജൂൺ 2017 ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് 1900 ബാങ്കായിട്ട് അതായത് ബാങ്കിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 4300 ആണ്.
അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണത്? ക്യാഷ് ഓൾറെഡി ബിസിനസ്സിലുള്ളത്, കഴിഞ്ഞ മാസത്തെ ക്ലോസിങ് ഈ മാസത്തെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് 1/6/2017. മനസ്സിലായോ? അപ്പോൾ ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് റെസിപ്റ്റ് അല്ലേ വരിക? പേയ്മെൻറ്റ്സ് അല്ലല്ലോ, റെസിപ്റ്റാണ്. അതായത് ഉള്ള ക്യാഷാണ്, അത് ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അല്ലേ, ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് 1900. അപ്പോൾ നമുക്ക് 1/6/17 എത്രയാണ് ക്യാഷ് ആയിട്ടുള്ളത്? ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ളത് നമ്മളിങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്തിട്ടു അല്ലേ, ബാലൻസ് ബ്രോ ഡൗൺ. അതിൽ ക്യാഷ് കോളത്തിൽ ക്യാഷ് എമൗണ്ട് എത്ര വന്നുള്ളത്? 1900. അപ്പോൾ ക്യാഷ് കോളത്തിൽ 1900. അതുപോലെ ബാങ്കിൽ എത്രയുള്ളത് ക്യാഷ്? 4300. മനസ്സിലായോ? അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 3/6/17 പർച്ചേസ്ഡ് ഗുഡ്സ് ₹1200 ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനം പർച്ചേസ് ചെയ്തു, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ക്യാഷ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതായത് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതണം? പേയ്മെൻറ്റ് സൈഡിൽ. എന്ത് പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്? പേയ്മെൻറ്റ്സ് ചെയ്യാനുള്ള കാരണം എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? 3/6/17 പർച്ചേസസ് എത്രയാണ്? ക്യാഷ് ഫോർ ക്യാഷ് എന്നാണ് പറയുന്നത് 1200. മനസ്സിലായോ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 5/6/17 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ്, സാധനം വിറ്റപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷിന് എന്താ സംഭവിച്ചത്? ക്യാഷ് വരികയാണോ പോവുകയാണോ ചെയ്തത്? സോൾഡ് ഗുഡ്സ്, സാധനങ്ങൾ വിറ്റു, ബിസിനസ്മാൻ വിറ്റു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്മാൻ ക്യാഷ് വന്നു. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ. അപ്പോൾ എന്താണ് ആ പ്രോസസ്സ്? സോൾഡ്, സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 5/6/17 സെയിൽസ് എത്ര എമൗണ്ട്? 3000 ക്യാഷ് ആണ്. ഫോർ ക്യാഷ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷ് കോളത്തിൽ 3000. അതുപോലെ തന്നെ 7/6/17 പെയ്ഡ് ടു സഞ്ജീവ് ബൈ ചെക്ക്. സഞ്ജീവ് എന്ന് പറയുന്ന വ്യക്തിക്ക് 2250 റുപ്പീസ് ചെക്കായിട്ട് കൊടുത്തു. ചെക്ക് എന്ന് പറയുമ്പോൾ ആ ട്രാൻസാക്ഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? ബാങ്ക് ട്രാൻസാക്ഷനാണ് അല്ലേ. ചെക്ക് മാറുന്നത് എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ്. അപ്പോൾ ഏത് ക്യാഷാണ് പോവുക? ബാങ്കിലുള്ള ക്യാഷാണ് പോകുന്നത്. ഇതെന്താണ്? പേയ്മെൻ്റ് ആണ് അല്ലേ. പെയ്ഡ് ചെക്ക് ടു സഞ്ജീവ് എന്നാണ് അല്ലേ. ചെക്ക് സഞ്ജീവിന് കൊടുത്തു. അപ്പോൾ സഞ്ജീവ് 7/6/17 സഞ്ജീവ് എമൗണ്ട് എത്രയാണ്? 2250 ബാങ്കിൽ നിന്നാണ് പോണത്. മനസ്സിലായോ? ട്രാൻസാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കോളം മാറരുത്. ഏത് ട്രാൻസാക്ഷനാണെന്ന് ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും മനസ്സിലാക്കണം. ക്യാഷ് ബിസിനസ്മാൻ്റെ കയ്യിൽ നിന്നാണോ അതോ ബിസിനസ്മാൻ്റെ അക്കൗണ്ടിൽ നിന്നാണോ, അതായത് ബാങ്കിൽ നിന്നാണോ പോകുന്നത് എന്നുള്ളത്, അതുപോലെ വരുന്നതും. മനസ്സിലായോ? റിസീവ് ചെയ്യുകയാണെങ്കിലും അത് ഏത് വഴിക്കാണ്? ബാങ്കിലേക്കാണോ വരുന്നത് അതോ ബിസിനസ്മാൻ്റെ കയ്യിലേക്കാണോ വരുന്നത്, ക്യാഷായിട്ടാണോ വരുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. കോളം മാറിക്കഴിഞ്ഞാൽ പ്രോബ്ലം തെറ്റും. മനസ്സിലായോ? അടുത്തത് 10/6/17 റിസീവ്ഡ്. അടുത്തത് 10/6/17 റിസീവ്ഡ് ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അതായത് രാജുവിൻ്റെ കയ്യിൽ നിന്നും ചെക്ക് വാങ്ങി അത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അത് ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷനാണ് അല്ലേ. ബാങ്കിലേക്കാണ് വന്നുള്ളത്, അല്ലാതെ ബിസിനസ്മാൻ്റെ കയ്യിലേക്കല്ല. അത് ഡയറക്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്? ബാങ്കിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 10/6/17 റിസീപ്റ്റ് എന്നല്ലേ പറയുന്നത്. റിസീവ്ഡ് ആരുടെ കയ്യിൽ നിന്നാണ് റിസീവ് ചെയ്തിട്ടുള്ളത്? രാജു. എവിടേക്കാണ്? എന്താണ് വന്നുള്ളത്? ക്യാഷല്ല, ചെക്കാണ്. അപ്പോൾ ബാങ്ക് കോളത്തിൽ 3100. അടുത്തത് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റഡ് ആണ്. ഇതെന്ത് എൻട്രിയാണ്? കോൺട്രാ എൻട്രീസ് ആണ്. അതായത് രണ്ട് സൈഡിലും ട്രാൻസാക്ഷൻ വരുന്നത്, അതായത് ക്യാഷും ബാങ്കുമാണ് വരുന്നത്. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ. ക്യാഷ് പോയി, എവിടേക്കാണ് പോയത്? ബാങ്കിലേക്കാണ് പോയത്
അല്ലേ? അപ്പോൾ ക്യാഷ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു. ക്യാഷ് ബിസിനസ്സിൽ നിന്നും പോകുമ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതി അത് ബാങ്ക് കോളത്തിലേക്ക് മാറുന്നു, അല്ലേ? ബാങ്ക് കോളത്തിലിടുന്നു. അതുപോലെ തന്നെ തിരിച്ചും, അതായത് റിസീവ് ചെയ്യുന്നുണ്ട്. എവിടെ റിസീവ് ചെയ്യുന്നുണ്ട്? ബാങ്ക് കോളത്തിൽ. അതായത് ക്യാഷ് പിന്നെ ഇവിടെ പേയ്മെൻറ്റ്സിൽ ക്യാഷ് പോകുന്നു, അല്ലേ? പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് പോകുന്നു. അതുപോലെ തന്നെ റിസീവ് സൈഡിൽ എന്താണ്? ബാങ്കിൽ ക്യാഷ് കൂടി വരുന്നു, അല്ലേ? അതാണ് ട്രാൻസാക്ഷൻ വരുന്നത്. ഡേറ്റ് എത്രയാണ്? ഡേറ്റ് 13. അപ്പോൾ 13 ഇത് കോൺട്രാ എൻട്രീസ് ആണ്. 13/6/17 ക്യാഷ്. ക്യാഷ് എവിടേക്കാണ്? ക്യാഷ് പിന്നെ ബാങ്ക് കോളത്തിലല്ലേ വരുന്നത് എമൗണ്ട്, അല്ലേ? ബാങ്ക് കോളത്തിൽ എമൗണ്ട് വരുമ്പം എത്ര? 1500 റെസീപ്റ്റ് ബാങ്കിൽ റിസീവ് ചെയ്തു. ബാങ്കിൽ 1500 റിസീവ് ചെയ്തു. അതേസമയം ബിസിനസ്മാൻ്റെ കയ്യിൽ നിന്നാണ് പോയിട്ടുള്ളത്, അല്ലേ? പേയ്മെൻറ്റ്സ് ഈ സൈഡിലും വേണം. അതായത് 13/6/17 ബാങ്ക് എഴുതി ക്യാഷ് കോളത്തിൽ, അല്ലേ? 1500 രൂപ ക്യാഷായിട്ട് പോയി. അപ്പോൾ ഇത് 2 എൻട്രിയും ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ കോൺട്രാ എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കും. കോൺട്രാ എൻട്രീസ് മനസ്സിലായോ? അടുത്തത് പർച്ചേസ് സ്റ്റേഷനറി. ഇതിൽ പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ട്രാൻസാക്ഷൻ. സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു 150. അത് ക്യാഷാണോ ഒന്ന് പ്രത്യേകിച്ച് ബാങ്കിൻ്റെ കാര്യം പറയില്ല. പ്രത്യേകിച്ച് ബാങ്ക് പറയുമ്പോഴാണ് നമ്മൾ ബാങ്ക് ട്രാൻസാക്ഷനിൽ കാണിക്കാറുണ്ട്. ഇത് പർച്ചേസ് സ്റ്റേഷനറി ഒരു 150 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്തു. സ്വാഭാവികമായിട്ടും 150 രൂപ പുറത്തേക്ക് പോയി. ക്യാഷ് പേയ്മെൻറ്റ്സ്, അല്ലേ? അപ്പോൾ 16/6/17 സ്റ്റേഷനറി എമൗണ്ട് എത്രയാണ്? 150, അല്ലേ? അടുത്ത റിസീവ്ഡ് കമ്മീഷൻ. ഇതിൽ ട്രാൻസാക്ഷൻ കാണുന്നുണ്ട് റിസീപ്റ്റാണ്, മനസ്സിലായോ? അപ്പോൾ 19/6/17 റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് രൂപത്തിലാണ് റിസീവ് ചെയ്തിട്ടുള്ള? കമ്മീഷൻ. എമൗണ്ട് 350. പ്രത്യേകിച്ച് ചെക്കൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാത്രം ബാങ്ക് കോളത്തിലിട്ട്, മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഒരു അടുത്തത് 21/6/17 വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്, മനസ്സിലായോ? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. നമ്മൾ ബിസിനസ്മാൻ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്. ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും, അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ എൻട്രിയുടെ റിവേഴ്സ് എൻട്രി വരുന്നു. എമൗണ്ട് എത്രയാണ്? 750. അപ്പോൾ നമുക്ക് റെസീപ്റ്റ് സൈഡിൽ എവിടെയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്? ക്യാഷ് ബിസിനസ്സിലേക്കാണ് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ 21/6/17 ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ എത്ര ക്യാഷായിട്ട് വന്നുള്ളത്? 750. അതുപോലെ തന്നെ 21/6/17 ക്യാഷ് എന്ന് പറഞ്ഞ് എത്ര ബാങ്കിൽ നിന്ന് ക്യാഷ് എത്ര ബിസിനസ്സിലേക്ക് പോകുന്നു? ഇവിടെ നിന്നും ഔട്ടായി 750 ബാങ്ക് കോളത്തിൽ 750, മനസ്സിലായി? ഇവിടെ നമ്മൾ കോൺട്രാ എൻട്രീസ് ആണ്. 2 സൈഡിലും എൻട്രീസ് ഇട്ടിട്ടുണ്ട്, മനസ്സിലായി? അപ്പോൾ അവിടെ നമ്മൾ സി എന്നുള്ള അടയാളം കൊടുക്കുന്നു. അടുത്തത് 23/6/17 പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ബൈ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ട്രാൻസാക്ഷനാണ്? ബാങ്ക് ട്രാൻസാക്ഷനാണ്. എമൗണ്ട് എത്രയാണ്? 450. അപ്പോൾ നമ്മൾ പെയ്ഡ് എന്ന് പറയുമ്പോൾ ഏത് കോളത്തിൽ എഴുതും? പേയ്മെൻറ്റ് കോളത്തിൽ. നമ്മൾ പെയ്ഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ 23/6/17 റെൻറ്റ് എന്ന് പറഞ്ഞ് ചെക്കാണ് ബാങ്ക് കോളത്തിലെടുക്കും 450, മനസ്സിലായോ? അടുത്തത് 25/6/17 ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ക്യാഷ് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേകിച്ചൊന്നും തീരുമാനിക്കാനില്ല. അതായത് ക്യാഷ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാവും. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് യൂസ് എന്നാണ്. അതായത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എൻട്രി ഡ്രോയിങ്സ് എന്നുള്ള പ്രോസസ്സാണ് അവിടെ വരുന്നത്, മനസ്സിലായോ? ക്യാഷ് വരുന്നത് എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 25/6/17 നമ്മൾ
എന്ത് ചെയ്യാണ്, ക്യാഷ് എന്നാണ് പറയുന്നത്, ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്നാണ് പോയിട്ടുള്ളത്. ബിസിനസ്സിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതല്ല, ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ 25/6/17 ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് എവിടെ നിന്നാണ് പോയിട്ടുള്ളത്, ബാങ്കിൽ നിന്ന് 600. മനസ്സിലായോ? 600. ഇവിടെ കോൺട്രാ എൻട്രീസ് വരുന്നില്ല, കാരണം ഇത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നേരെ ബിസിനസ്സിലേക്കല്ല കൊണ്ടുവന്നുള്ളത്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനല്ല, പേഴ്സണൽ ആവശ്യത്തിനാണ്. മനസ്സിലായോ? അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് ₹2400. 27/6/17 റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് നടത്തിയതിൻ്റെ വകയിലേക്ക് ക്യാഷ് വന്നു. എത്ര രൂപയാണ്? 2400. ഇത് ഏത് കോളത്തിലാണ് എഴുതുന്നത്? റിസീവ്ഡ് ക്യാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് കോളത്തിൽ റിസീപ്റ്റ് സൈഡിൽ എഴുതണം. മനസ്സിലായോ? അപ്പോൾ റിസീപ്റ്റ് സൈഡിൽ 27/6/17 സെയിൽസ് എന്ന് പറഞ്ഞു ക്യാഷ് കോളത്തിൽ 2400. മനസ്സിലായോ? അടുത്തത് 28/6/17 വിഡ്രോ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. ഇവിടെ ബാങ്കിൽ നിന്നുള്ള ഒരു പ്രോസസ്സ് കാണുന്നില്ല. വിഡ്രോ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് യൂസ്, ബിസിനസ്സിൽ നിന്നും ക്യാഷ് എടുത്തു എന്താവശ്യത്തിന് വേണ്ടിയിട്ട്? പേഴ്സണൽ യൂസ്, ഡൊമസ്റ്റിക് യൂസ്. മനസ്സിലായോ? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ എത്രയാണ്? എമൗണ്ട് എത്രയാണ്? 300 ആണ്. അപ്പോൾ അതും എന്താണ്? ഡ്രോയിങ്സ് ആണ്. പക്ഷേ ഏത് കോളത്തിലാണ് കാണിക്കേണ്ടത്? ക്യാഷ് കോളത്തിലാണ്. ക്യാഷ് പോയത് എവിടെ നിന്നാണ്? ബിസിനസ്സിൻ്റെ അകത്തുനിന്ന്, ബിസിനസ്സിൻ്റെ ക്യാഷിൽ നിന്നാണ് പോയിട്ടുള്ളത്. മനസ്സിലായി? ബാങ്കിൽ നിന്നല്ല. അപ്പോൾ 28/6/17 ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു എമൗണ്ട് എത്ര എഴുതുന്നത്? ക്യാഷ് ആയിട്ടാണ് പോയിട്ടുള്ളത്, 300 ഡ്രോയിങ്സ് ക്യാഷ് കോളത്തിൽ. അടുത്തത് 29/6/17 ഇഷ്യൂഡ് എ ചെക്ക് ടു രമേഷ്. ഇഷ്യൂഡ് എ ചെക്ക് ടു രമേഷ് എന്ന് പറയുമ്പോൾ ചെക്ക് രമേഷിന് കൊടുത്തു. അപ്പോൾ രമേഷ് ആ ചെക്ക് മാറിയിട്ട് ക്യാഷ് ആക്കും. അതായത് എവിടെ നിന്നാണ് ക്യാഷ് പോകുന്നത്? അപ്പോൾ രമേഷ് എവിടേക്കാണ് ചെക്ക് കൊണ്ടുപോകുക? ബാങ്കിലേക്കാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷിലാണ് മാറ്റം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് കോളത്തിലാണ് എഴുതേണ്ടത്? അതായത് ഇഷ്യൂഡ് എ ചെക്ക് ടു രമേഷ് അല്ലേ? പേയ്മെൻറ്റ് സൈഡിൽ എന്ത് എഴുതാന്ന്? 29/6/17 പേയ്മെൻറ്റ് സൈഡിൽ രമേഷ് എന്ന് എഴുതി കഴിഞ്ഞ് എമൗണ്ട് ഏതിൽ നിന്ന് പോകുന്നു? ബാങ്കിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഏത് കോളത്തിൽ എഴുതും? ബാങ്ക് കോളത്തിൽ എഴുതും. 29/6/17 രമേഷ് എമൗണ്ട് എത്രയാണ്? 1000 ബാങ്ക് കോളത്തിൽ എഴുതും. അടുത്തത് 30/6/17 പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ₹2000 എമൗണ്ട്. പെയ്ഡ് ഇൻ ടു ബാങ്ക് പറയുമ്പോൾ ബിസിനസ്സിൽ ക്യാഷായിട്ടുള്ള എമൗണ്ട് എടുത്ത് എന്ത് ചെയ്യാണ്? ബാങ്കിലേക്ക് ഇടുകയാണ്. അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. മനസ്സിലായോ? പെയ്ഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ? ആ എൻട്രീസൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിന് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ആ 3 റൂൾസൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇടയ്ക്ക്. അപ്പോൾ പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബാങ്കിലേക്ക് പോവാണ് അല്ലേ? അപ്പോൾ ക്യാഷ് എവിടെയാണ് പോയി നിൽക്കുന്നത്? എവിടെയാണ്? ബാങ്കിലാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ബിസിനസ്സിൽ നിന്ന് പോയി, ക്യാഷ് പോയി, ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ അതേപോലെ ഒരു എൻട്രി ഇപ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, 13/6 ആ എൻട്രി ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു എൻട്രി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ 30/6/17 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ നമ്മൾ ബാങ്ക് കോളത്തിൽ ബാങ്കിലേക്കാണ് റിസീവ് ചെയ്തിട്ടുള്ളത് അല്ലേ? 2000 ബാങ്ക് കോളം 2000. അതുപോലെ തന്നെ ഇവിടെ 30/6/17 ബാങ്ക് ക്യാഷ് കോളത്തിൽ, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി അല്ലേ? പേയ്മെൻറ്റ് സൈഡിൽ എഴുതി ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു 2000. മനസ്സിലായോ? ഇനി അടുത്തത് ഒരു എൻട്രി കൂടി ഉണ്ട്, 30/6/17 ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് ആണ്. അപ്പോൾ എമൗണ്ട് എത്ര വരും? ഇതിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് അല്ലേ? പേയ്മെൻറ്റ്സ് ആണ്. ബാങ്കിൽ നിന്ന് പോയിട്ടുള്ള ഒരു ചാർജാണ് കേട്ടോ. അതപ്പോൾ ഓരോ അക്കൗണ്ടിൽ, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലോ കണ്ടല്ലോ ഓരോ ചാർജസ് ആയിട്ട് പോകുന്നത്. എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ചാർജ്, ATM ചാർജ്, വിഡ്രോവൽ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാറില്ലേ?
അപ്പോൾ ഇത് 30/6/17 30/6/17 ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ് അത് എവിടെ നിന്നാണ് പോകുന്നത്? ബിസിനസ്സിലെ ക്യാഷിൽ നിന്നല്ല പോകുന്നത്, ബാങ്കിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ₹50 മനസ്സിലായോ? അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻ ആണ്. ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് 30/6 ക്ലോസ് അതിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളത് കാണണം. അതിൻ്റെ ടോട്ടൽ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ ടോട്ടൽ ചെയ്യണം. ഏറ്റവും കൂടുതൽ റഫായിട്ട് കണ്ടുപിടിക്കുക. ടോട്ടൽ റഫായിട്ട് രണ്ട് സൈഡും കാണാം. ഇപ്പോൾ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ റഫ് പേജ് എടുത്തിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കി ഏത് സൈഡാണോ കൂടുതലെങ്കിൽ ആ കൂടുതലുള്ള എമൗണ്ടിനെ പുറത്തേക്കും, അല്ലെങ്കിൽ ഇവിടെയാണ് കൂടുതലെങ്കിൽ ഈ പുറത്തേക്ക് ടോട്ടൽ ചെയ്തിട്ട് ഇടുക. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതിൽ നമ്മളിവിടെ ബാലൻസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് 10,900, അതുപോലെ തന്നെ 8,400. മനസ്സിലായി? 8,400ഉം 10,900ഉം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോട്ടലിനെ നമ്മൾ ഇവിടെ ഇടുന്നു. 8,400, 10,900. മനസ്സിലായോ? ഈ ടോട്ടൽ നമ്മൾ ആ സൈഡിലേക്ക് എടുത്ത് എഴുതി നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ 30/6, ആ മാസത്തിലെ മന്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 30/6. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? അടുത്ത മാസത്തേക്ക് ബ്രോ ഡൗൺ ചെയ്തിടണം. ആദ്യം ക്യാരി ഡൗൺ ചെയ്തിട്ട് അടുത്ത മാസം നമ്മൾ അതിനെ ഓപ്പണിംഗ് ആയിട്ട് കൊണ്ടുവരണം. അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 3,250ഉം അതുപോലെ തന്നെ 5,800. മനസ്സിലായോ? ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ബിസിനസ്മാൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ളത് 3,250ഉം ബാങ്കിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 5,800. ഇതിനെ നമ്മൾ 30/6/17 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 30/6. ഇനി നമ്മൾ അതിനെ പ്രോ ഡൗൺ ചെയ്യണം. അതായത് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല, ഓപ്പണിംഗ് ബാലൻസ് എന്ന പോലെ നമ്മളത് ജൂലൈയിൽ ഇനി അത് എന്ത് ചെയ്യുന്നു? 1/7/17 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഈ എമൗണ്ട് എഴുതിയെടുത്തു. അത് ക്യാഷ് കോളത്തിൽ 3,250, ബാങ്ക് കോളത്തിൽ 5,800. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് 30th, അതായത് മന്ത് എൻഡിലുള്ള ബാലൻസ് ക്ലോസിംഗ് ബാലൻസ്, അതുപോലെ തന്നെ അതിൻ്റെ അത് പിന്നീട് അടുത്ത മാസത്തെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മളതിനെ താഴത്തേക്ക് ഇറക്കിയിടും. മനസ്സിലായ ബാലൻസ്? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മനസ്സിലായി? ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ടെക്സ്റ്റ് എടുത്തിട്ട് പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും എൻട്രീസ് നമ്മൾ ആ റൂൾസ് മനസ്സിലാക്കിയിട്ട് എൻട്രീസ് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ.